അപ്പോൾ ഗായ്സ് ഞാൻ ഇവിടെ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവാ. ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിവിടെ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോവാണ്. അതും ക്രിയേറ്റീവ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വീടുണ്ടാക്കി തരാനുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഗായ്സ് ഞാൻ ഇവിടെ വീടുണ്ടാക്കാൻ പോവാണ്. ഞാനൊരു വീടുണ്ടാക്കിയായിരുന്നു. അതായത് ഈ വീട് ക്രിയേറ്റീവ് തന്നെ ഉണ്ടാക്കിയത്. നല്ല ഭംഗിയുള്ള ഗായ്സ്. ഈ സ്റ്റെയർസ് വെച്ച് എൻ്റെ ആങ്ങളെയാണ് വെച്ചത്. അപ്പം ഞാൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ലാഡറും വെക്കാം. ഇതാണ് എൻ്റെ വീട് ഉണ്ടല്ലോ ഗായ്സ്. പക്ഷേ ഈ വീട് ഞാൻ ഉണ്ടാക്കുന്നത് ലാഡറാണ് വെച്ചത്. പിന്നെ എന്താ ഇങ്ങനെ നിങ്ങൾക്ക് ഏതാ കളർ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ കളർ തന്നെ ഞാൻ വീടുണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ പിങ്ക് കളറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് പിങ്ക് എടുക്കും, പിന്നെ പിങ്ക് ഇതെടുക്കും, പിന്നെ സ്റ്റേഴ്സ് ഉണ്ടാക്കാൻ നോക്കാം ഗൈസ്. പിന്നെ ഇതെടുക്കും, പിന്നെ ഇതെടുക്കും, പിന്നെ ഇതെടുക്കും. ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ പെയിൻറ്റിങ് കൊടുക്കാം. പിന്നെ ചെസ്റ്റ് വേണം. ചെസ്റ്റ് ഇല്ലാതെ ഒന്നും നടക്കില്ല ഗൈസ്. ചെസ്റ്റ് ഓ സോറി ഗൈസ്. അപ്പോൾ ഗൈസ് ചെസ്റ്റ് പിന്നെ ഒരു ലാഡർ എടുത്തേക്കാം. അഥവാ ഞാൻ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ പണിയാവും ഗൈസ്. ഇത്ര ടൈം പോകും ഗൈസ്. സോറി അതിന്. അപ്പോൾ ഗൈസ് നിങ്ങളുടെ ടൈം പോകുമ്പോൾ അതിനും സോറി. അയ്യോ ടോർച്ച് എടുത്തില്ല ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും എടുക്കാം ടോർച്ച്. അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുകയാണത്. ഇപ്പം എൻ്റെ അനിയൻ വന്നത് ഇവിടെ എന്തോ കാണുന്നു. എനിക്കാണെങ്കിൽ ചോദിച്ചില്ല അവൻ്റെ ഒരിത്. ഓ കിട്ടി ഗൈസ്. ലൈറ്റ് എടുക്കാം. പിന്നെ നമ്മുടെ ഇതൊന്നും എടുക്കില്ല ഗൈസ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ ശല്യപ്പെടുത്താറുണ്ട്. എൻ്റെ അനിയൻ്റെ ഇങ്ങനെയൊക്കെ സ്ക്രീനിലൊക്കെ തുറന്നു. എനിക്കിഷ്ടമൊന്നുമില്ല ഗൈസ്. കുഴപ്പമില്ല. ഇവിടെ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ടാക്കാം. ഇപ്പം രാത്രിയായി ഗൈസ്. നമുക്ക് ആദ്യം ഉറങ്ങാം, അല്ലെങ്കിൽ പിന്നെ വീഡിയോ തന്നെ നടക്കില്ല ഗൈസ്. രാത്രി തന്നെ വീടുണ്ടാക്കണമല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ ഉറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതവേ നല്ല ലക്സാണ്. നിങ്ങൾ ആരാണ് കമൻറ്റിൽ പറയണം ഗൈസ്. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ 2 നില വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ കമൻറ്റ് ചെയ്യണേ. ഇത് ഞാനൊരു കാര്യം കാണിക്കാണ്, ശ്രദ്ധിക്കേണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ടാക്കാം. ഞാൻ ഈ വീടിനെ വലുതാക്കുന്ന വീഡിയോ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രീപ്പർ എന്താ ചെയ്യുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പോടാ ക്രീപ്പർ. അപ്പോൾ ഗൈസ് നമ്മളുടെ ഇവിടെ ഇങ്ങനെ ബ്ലോക്സ് പൊട്ടിക്കാം. പോടാ ഇവിടെ നിന്ന് ക്രീപ്പറെ. ഗൈസ്
സാൻഡ് പൊട്ടിക്കാനും ഇതിന് കുറേ ടൈം എടുക്കും ഗൈസ്. പക്ഷെ നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ മലയാളി ആയതുകൊണ്ടായിരുന്നു എനിക്ക് ഹിന്ദിയും പറയുന്നത്. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ, ആരായാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ ബെഡ്റൂം ഉണ്ടാക്കുന്നത് കാലത്ത് ഞാൻ എൻ്റെ TV ഏരിയ ഉണ്ടാക്കും. ഈ കൊണ്ട് ഞാൻ തോറ്റ് പോളാ ഇവിടെ നിന്ന് എൻ്റെ വീട് നശിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ഈ വീടൊന്ന് ട്രൈ ചെയ്തോ. അല്ല റൂം. ഓക്കെ, ഞാനിവിടെ എല്ലാം പൊട്ടിച്ചിട്ട് നിങ്ങളെ വിളിക്കാം. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ നിങ്ങളെ ഇത് വെച്ചിട്ട് ഇരിക്കാം. അപ്പം ഗായ്സ്, നമ്മളുടെ ഇവിടെ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞു സാൻഡ്. അപ്പം നമ്മളുടെ ഇതേ അളവിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കണം ഗായ്സ്. അപ്പം ഞാൻ ഞാനത് മേലെ എത്തിയിട്ടുണ്ട്. അപ്പൊ വീടുണ്ടാക്കാം. ഞാനിത് എന്തൊക്കെയാ ചെയ്യുന്നത്? സോറി ഗൈസ്, ഐ എം റിയലി സോറി. ഒരു 10-11 മണി വരെയൊക്കെ സ്ത്രീജനങ്ങളൊക്കെ ഇരുന്ന് പിന്നെ അവര് പോയി കിടന്നപ്പോ ഞങ്ങൾ എന്ത് ചെയ്ത് മൈക്കൊക്കെ ഓഫ് ചെയ്തു. ഞങ്ങൾ തൊട്ടടുത്ത് 3 മണി കുറച്ച് 3 മണി കുറച്ചേരം മിണ്ടാതിരുന്നത് സോറി. അപ്പൊ ഞാൻ ഇവിടെ വീടുണ്ടാക്കുവാണ്, അതുകൊണ്ടാണ് കുറച്ച് കോർണർ ട്രീസ് എന്തെങ്കിലും ആവട്ടെ. കുറച്ച് നേരം വേണം. ഞാനൊരു കുഞ്ഞു രീതിയല്ല ഉണ്ടാക്കുന്നത്, ഇച്ചിരി കൂടെ വലുത് വേണം. പക്ഷെ നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാനൊരു വോയിസ് കേൾപ്പിച്ചുതരാം, അതാരാണ് പറയണം. ഓക്കെ ഗൈസ്, അപ്പോൾ കേട്ടോളൂ. ഹലോ ഗൈസ്, സുഖമല്ലേ? നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഓപ്ഷൻ ഉണ്ട് ആരാണ്. ഞങ്ങൾ 3 ഓപ്ഷൻ ഉണ്ട്. ആരാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ കേട്ടല്ലോ വെച്ചാ നിങ്ങൾ കോമെന്റ് ചെയ്യുക ഗൈസ്. ഓപ്ഷൻസ് മിണ്ടാതെ വീണ്ടും ഇരുന്നു ഗൈസ്. സോറി, ഐ എം സോറി ബാബു. ഞാൻ വെറുതെ പറഞ്ഞതാണ് ഗൈസ്. നിങ്ങളും എൻ്റെ ബാബുവാണ്. ബാബു. പിന്നെ ഗൈസ്, കോമെന്റിൽ പറയണം നിങ്ങൾക്ക് ആരെങ്കിലും ബോയ് ഫ്രണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഉണ്ടോന്ന്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് കോമെന്റിൽ എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. ഓക്കെ ഗൈസ്, ഇപ്പം ഞാൻ കുറച്ച് കൂടുതലായിരുന്നു തോന്നുന്നത്. സോറി ഗൈസ്. നമുക്ക് ഉണ്ടാകാം വീഡിയോ. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ താത്തോട്ട് പോവാം. രാത്രി ആറായി ഗൈസ്, അതൊന്നും വിഷയാക്കണ്ട. ഞാനും കുറേ ആഴ്ച ഇങ്ങനെ രാത്രി ആയിട്ടുണ്ട്, വിഷയാക്കണ്ടെന്നേ.
എൻ്റെ വീട് കണ്ടല്ലോ ഗായ്സ്. വീടല്ലെന്ന് പറയാണ്. ആ വീടല്ല, ചെറുതായിട്ട് വീട് പോലെ. ചെറുതായിട്ട് വീട് പോലെ. ഇവിടെ വീടുണ്ടാക്കാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞാൻ വീഡിയോ ഉണ്ടാക്കാണ്, വെറുതെ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കാണ്. കഴിഞ്ഞില്ല, എത്ര മിനിറ്റ് അറിയില്ലടാ എൻ്റെ അപ്പൻ. 11 മിനിറ്റില്. അപ്പൊ എന്നാ ഞാൻ ചോദിക്കുന്നത് എത്ര മിനിറ്റ് എടുക്കുന്നു? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഈ വീട് റെഡി ആവണ്ടായിരുന്നു. വീട് ഉള്ളിനാ സെറ്റാക്കി തരാം. അപ്പം ആവശ്യമില്ലടാ. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുവാണ്. നീ എൻ്റെ വീഡിയോയിൽ എന്താ കോളാക്കുന്ന റിച്ചു? ഞാൻ എന്താ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കുവാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഞാൻ എന്താ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കണം? ബ്ലാ ബ്ലാ. എന്നെ ശ്രദ്ധിക്കരുത് ഗൈസ്, നിങ്ങൾ. സോറി ഗൈസ്. ഞാൻ എന്താ ഇങ്ങനെ കണ്ടല്ലോ. ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ TV ഏരിയ പിന്നെ കിച്ചൺ റെഡിയാക്കേണ്ടത്. അതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം ഗൈസ്, ഒരു വീഡിയോയിൽ ഞാൻ പഠിപ്പിച്ചുതരാം. പോടാ ഇവിടുന്ന്. ഇവൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് കോൺവെർട്ടേഷൻ കിട്ടുന്നില്ല ഗൈസ്. പ്ലീസ് ഗൈസ്, ഇവൻ്റെ അടുത്ത് ഈ വീഡിയോ ലെഫ്റ്റ് ആവാൻ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ എപ്പോഴും നിൽക്കണമെങ്കിൽ നിങ്ങൾ കുറേ FIFA വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യരുത്, പക്ഷെ എൻ്റെ വീഡിയോ ഒന്ന് ഫുൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഒരു കമൻറ്റ് പോലും പാടില്ല ഇവൻ്റെ മുമ്പിൽ. എൻ്റെ അല്ലേ കുറേ കമൻറ്റ് ചെയ്യണം. ബ്ലൂ ഹാർട്ട് സ്പാം ചെയ്യും. നമ്മൾ ആർമിൻ്റെ പേരാണ് ആര്യന, റിച്ച് ആർമി. അതിൽ നിങ്ങളെടുക്ക് ബ്ലൂ ഹാർട്ട്. അപ്പം എൻ്റെ ആർമീൻ്റെ പേരാണ് ലച്ചു ആർമി. അതിന് നിങ്ങൾ റെഡ് ഹാർട്ട് കൊടുക്കുക. അതിന് നിങ്ങൾ പിങ്ക് ഹാർട്ട് കൊടുക്കുക. പിങ്ക് ഹാർട്ട് റെഡ് ഹാർട്ട് കൊടുക്കുക പറ്റൂല ഗൈസ്, പിങ്ക് ഹാർട്ടിനെ കൊടുത്താൽ പറ്റുള്ളൂ. അപ്പം നിൻ്റെ പച്ച ഹാർട്ട് കൊടുക്കണം. പച്ച ഹാർട്ടില്ലാത്തോണ്ടായിരുന്നു ഗ്രീൻ ഹാർട്ട് കൊടുക്കണം. പച്ച ഹാർട്ട് ഉണ്ടോന്ന് ഉണ്ട് ഗൈസ്. എനിക്ക് നിങ്ങൾ പച്ച ആർമി ബാ. ഞങ്ങൾ കുറച്ച് ഹിന്ദിയും പറയും ഗൈസ്. ചില വീഡിയോയിലൊക്കെ ഞങ്ങൾ ഹിന്ദി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തായാലും ഇത്രയ്ക്ക് ഹിന്ദി പറയാറില്ല. പറയാനറിയാം, പക്ഷെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കോമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ മൈൻക്രാഫ്റ്റിൽ എന്തായിരുന്നു നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ അവിടെ രാത്രിയാണോ അതോ നിങ്ങൾ രാവിലെയാണോ ഈ വീഡിയോ കാണുന്നത്? കോമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ടോ? നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എഡിറ്റ് ചെയ്യാറുണ്ടോ? അതും കൂടെ പറയണേ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ എഡിറ്റ് ചെയ്യാറില്ല. ചില കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്, നോർമൽ എഡിറ്റ്. പക്ഷെ നിങ്ങൾ പിള്ളേരാണ്. നിങ്ങൾ പിള്ളേരാണോ അതോ നിങ്ങൾ ചേട്ടന്മാരാണോ? ഇടന്ന് അത് എനിക്കറിയില്ല. ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്തിരിക്കണം. അച്ഛൻ ഇങ്ങനെ വഴക്കാളും പിന്നെ ഇവിടെ ഒരു സ്ഥലം കുറച്ച് സ്ഥലം കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഈ സ്ഥലം പിന്നെ കംപ്ലീറ്റ് ആക്കും.
അതെപ്പോഴേ കംപ്ലീറ്റ് ആയിരുന്നു, പിന്നെ കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. അത് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം ഗൈസ്, കണ്ടേ പറ്റുള്ളൂ കണ്ടേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു മൈൻക്രാഫ്റ്റ് നിങ്ങൾ കളിച്ചു നോക്കണം. അത് ചിലപ്പോൾ എന്നെ കാണാൻ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറ്റുമോ നോക്കാം ഗൈസ്. അങ്ങനെ നോക്കിയിട്ടില്ല. വേറെ ഒരാളുണ്ട് വലിയ കട്ടുകൊണ്ട് കളിക്കാൻ, എനിക്ക് കാണാൻ പറ്റും പുള്ളിയാന്ന് നോക്കാം. ചേച്ചി നീ കണ്ടില്ലേ ഷാലിന്റെ പുറകിൽ നിൽക്കുന്നത്, ഷാലിന്റെ പുറകിൽ നിൽക്കുന്നത് വീഡിയോസ് ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഇങ്ങനെ ഞാൻ വലുതായി വരുമ്പോൾ വീഡിയോസ് സൂപ്പർ ആയിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഗൈസ്. അപ്പം അതേ ഈ ചെറുക്കന്തേ കഴിഞ്ഞോ എനിക്ക് വീഡിയോ ഗൈസ്. ഞാൻ ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞോ ഗൈസ് എനിക്ക് വീഡിയോ ഉണ്ടാക്കാനാണ്. എനിക്കിങ്ങനെ കൂടുതൽ സ്ഥലമായി പോയി ഗൈസ്. ഇവിടെ വീണ്ടും പൊട്ടിക്കണം. നിനക്ക് എന്താണ് ഞാൻ അത് ഞാൻ ലാസ്റ്റ് ആണെന്ന് പറയണ്ട, പോടാ ഇവിടെ ഒന്നും ഗൈസ്. എന്നെ ഇവിടെ ശല്യപ്പെടുത്താണ് ഗൈസ്. നിങ്ങൾ എനിക്ക് വേണ്ടി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതേ ഇവിടെ രാവിലെ FIFA ഫാൻസും ലൈക്ക് സബ്സ്ക്രൈബ്, മൈൻക്രാഫ്റ്റ് എല്ലാ ഗെയിംസും, GTA 5 അതിന് ഗെയിംസൊന്നും കളിക്കാത്തവരും സബ്സ്ക്രൈബ് ലൈക്കും പോവില്ല. ആ പ്ലീസ് ആന്നേ ഗൈസ്, നിങ്ങളെല്ലാവരും കളിയാക്കും. നിങ്ങളെന്താ പട്ടം മേടിക്കാത്ത എനിക്ക് ഞാൻ സങ്കടം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനലാണ്, വെറുതെ ആണ്, അങ്ങനെയാണെന്നൊക്കെ പറയും. എനിക്ക് നല്ല സങ്കടമായി. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൻ്റെ ഫോളോവേഴ്സ് കൂടാൻ നിങ്ങൾ ഫോളോ ചെയ്യാറില്ലല്ലോ. ഫോളോ ചെയ്യണം ഉണ്ടാക്കാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ് ഗൈസ്. പക്ഷെ ഞാൻ ഇവിടെ ഫാൻ ഇട്ടിട്ടില്ല ഗൈസ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വീടുണ്ടാക്കുവാണ്, അല്ല വീഡിയോ എടുക്കുവാണ്. എപ്പോഴും നല്ലതാണ് നോക്കാൻ. എന്താണ് സോറി ഗൈസ്, ഇഷ്ടം തന്നെ കുഴപ്പമില്ല.
ഞാൻ സഹിച്ചു. ഇരിക്കുന്നുണ്ടായി, നടക്കുന്നുണ്ടായി, സഹിച്ചോളാം. ഇരിക്കുന്നത് കണ്ടു അല്ലെങ്കിൽ നിൽക്കുന്നത് കണ്ടു, അങ്ങനെ ഉണ്ടായി എന്നെ ഇഷ്ടമല്ല. ചക്ക ഉണ്ടാവും, മാങ്ങ ഉണ്ടാവും, തേങ്ങ ഉണ്ടാവും, എനിക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ പറയത്. ഞാൻ യൂട്യൂബ് ചാനലൊക്കെ നിർത്തിക്കോളാം. ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തില്ല. ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇനിയും നല്ലപോലെ വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, നിങ്ങളെൻ്റെ ക്യൂട്ട് ഫോളോവേഴ്സ് അല്ലേ? ഇനി നിങ്ങളെൻ്റെ ഫോളോവേഴ്സ് കിട്ടിയാൽ ഞാൻ നിങ്ങളെ നീ ആഴ്സ് ഞാൻ ഇതുവരെയായിട്ട് ലോങ് വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരാണ് ഉണ്ടാക്കിയതാണ്. എനിക്കറിയാം ഇങ്ങനെ വീഡിയോസാണ് ലോങ് വീഡിയോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെയാണ് മനസ്സിലായത് ഇങ്ങനത്തെ ഒരു ഇതുണ്ടെന്ന് ഫോണിൽ തന്നെ. അപ്പം പിന്നെ എൻ്റെ അനിയൻ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്കെന്താ ലോങ് വീഡിയോ ഉണ്ടാക്കണം. അപ്പം ഞാൻ പറയാം എങ്ങനെയെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഫോളോവേഴ്സ് കൂടിയില്ലെന്താണ്, ഫോളോവേഴ്സ് കൂടിയില്ലെങ്കിൽ എന്താ ഉണ്ടാക്കി വരുമ്പോഴേക്കും എല്ലാവർക്കും കറക്റ്റായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ആയതാണ്. ആദ്യം ലാമ്പ് കൊടുക്കട്ടെ. ഞാൻ ഇവിടെ ലാമ്പ് വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും നമ്മളുടെ കിച്ചൺ. കിച്ചൺ പാട്ട് പാടുമ്പോ മീലോ അകത്തുണ്ട്. അത് ഡേക്കേറിലാക്കാൻ നോക്കി, സ്ഥലം കിട്ടിയില്ല. വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക്. ഇല്ല, ഈ സാധനം എത്ര വർഷക്കാലം ഞാൻ അറിഞ്ഞില്ലല്ലോ. വീടുണ്ടാക്കാണ്. ഇത് വർക്കാവോന്ന് അറിയില്ല. ഇത് നല്ല വീടാവോ അയ്യോ. ഞാനാണെങ്കിൽ ക്ഷീണിച്ചു. 23 ആയി. ലോങ് ആവുന്നുണ്ട്. പെട്ടെന്ന് നിർത്തുന്നതിൻ്റെ കഴിയാറായി. പക്ഷെ ഞാൻ തിരിഞ്ഞ് താഴത്തോട്ട് പോടാ. ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ ആയിട്ടില്ല. ടോർച്ച് വെക്കണം പോയി. അല്ലെങ്കിൽ ഓംസ് ഇത് വരില്ല ഗൈസ്. ഞാൻ അപ്പം തന്നെ സ്വന്തം വീട് ഇവിടെ തന്നെ
എന്തായിരുന്നു ഞാൻ ഇവിടെ സാൻഡ് പൊളിക്കാണ്. സാൻഡല്ല എന്തോ ബ്ലോക്ക് കട്ടിയുണ്ട്. അപ്പൊ എന്താ പോസ് ചെയ്യില്ല ഗായ്സ്. ദൈവം പോസ് ചെയ്യാൻ നോക്കുന്നു ഗായ്സ്. പോസ് ചെയ്യല്ലെന്ന് പറ ഗായ്സ്. ഞാൻ ഇവരെ തെറി വിളിക്കണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗായ്സ് ഒന്ന് തെറി ഞാൻ വെച്ച് വിളിക്കേ. അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞു എനിക്കൊരു പേടി ഓടായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം ഗൈസ്. നമുക്ക് പ്ലേ ബട്ടൺ വേണം. പ്ലേ ബട്ടൺ തുറക്കുന്ന വീഡിയോ അയച്ചുതരാം ഗൈസ്. അല്ല പ്ലേ ബട്ടൺ കിട്ടുന്ന വീഡിയോ ഇടും ഗൈസ്. എല്ലാവരും പോലെ അപ്പൊ ഇതാരാണ് പറയുന്നത് ഗൈസ്? വേറൊരു ഫ്ലാറ്റിന്റെ കുറച്ച് വന്നു ബട്ടൺ കിട്ടൂലെന്ന്. എനിക്ക് ഭയങ്കര സങ്കടമായി. നിങ്ങളും കേട്ടതല്ലേ? ഇപ്പൊ പ്ലേ ബട്ടൺ ഒന്ന് മേടിച്ചതായ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബ് അല്ലേ? എന്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് മാത്രമേ കൂട്ടാൻ പറ്റുള്ളൂ. പ്ലീസ് ഞാനറിയാം. എനിക്ക് നിങ്ങളൊക്കെ ഇഷ്ടമാണ്. ഞാനതാ വേർത്ത് കുളിച്ചു. പുറത്തേക്ക് പോകേണ്ടി അതായത് ചേച്ചിയുടെ ഭർത്താവിന്റെ അവരവിടുത്തെ ഇവിടെ ഗവൺമെന്റ് അവിടെ പോയിട്ട് ജോലി ചെയ്യണം. അപ്പൊ സ്റ്റെപ്സ് ഉണ്ടാക്കാൻ പോണ എനിക്ക് അക്ഷരം മിണ്ടാതിരിക്കണം. അപ്പൊ എന്റെ അനിയനായിരിക്കും ഈ സ്റ്റെപ്സ് ഉണ്ടാക്കി തരാൻ പോകുന്ന. ബാക്കിയല്ല ഞാൻ തന്നെ ഉണ്ടാക്കും. എടാ എന്താണ് സ്റ്റെപ്പ് ഉണ്ടാക്കി ഉണ്ടാക്കണേ? സൈഡിൽ നിന്ന് ഞാൻ സ്റ്റെപ്പ് ഉണ്ടാക്കിക്കൊടുക്കട്ടെ. അതിന് നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കാൻ സ്ഥലം വേണം. ഞാൻ ഇതെടുത്തിട്ടുണ്ട്. എനിക്ക് വേറെ ഇത് വേണം. ഒരു സ്റ്റെപ്പ് മതി. നിനക്കെങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ? നിനക്കെങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ? ഓഹോ വരാതിരിക്കോ? ദൈവം ഞാൻ സ്റ്റെപ്പ് ഉണ്ടാക്കാം. ഇത് പൊട്ടിക്കണം.
എടാ എന്താണോ? ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ സെറ്റാക്കാം ഗൈസ്. തെറ്റിപ്പോയോ? ഇല്ല, അപ്പോൾ ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് എന്താ വരുന്നതെന്ന് അറിയില്ല ഗൈസ്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ എന്തിനാ വരുന്നത്? എനിക്ക് ദേഷ്യം വരുന്നതാണ്. നിങ്ങൾ മേലോട്ട് ഒരു സ്റ്റെപ്പ് ഇവരെന്താ എൻ്റെ സ്റ്റെപ്പ് കൊല നിങ്ങൾക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കാൻ അറിയില്ലേ? സ്റ്റെപ്പ് ഉണ്ടാക്കാൻ ടോപ്പാണ്. ഇങ്ങനെ ചോട്ടെ പറ്റില്ല. അതാണ് ഇഷ്ടം സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. വളഞ്ഞു കയറുന്ന സ്റ്റെപ്പാണ്. ഓക്കെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യാം. നമുക്കൊരു TV ഉണ്ടാക്കാം. TV-യിൽ നമുക്കൊരു പിക്ചർ വേണ്ട. ആദ്യം ഞാൻ ബ്ലാക്ക് എടുക്കട്ടെ. ഉണ്ടാക്കി എനിക്കൊരു പിക്ചർ വേണം അവിടെ. എന്തോ വലിയത് വലിയ പിക്ചർ ഇവിടെ ചേരാം. ടീയാണ് ഗൈസ്. എനിക്ക് കാണിച്ചു തരാം. കാണിച്ചു തരാം. അങ്ങനത്തെ പിക്ചർ എവിടെ ഇങ്ങനെ വെക്കാൻ പറ്റൂല. ഓക്കെ പറയും. ഉണ്ടാക്കി കഴിഞ്ഞാ നീ നോക്കല്ലേ? നീ എന്തായി ചെയ്ത് വെച്ചേക്കണ?
മറ്റേ ഇതിവിടെ ഐഡിയ വേണ്ടിക്കോ എന്തായിട്ട് സബ്സ്ക്രൈബേഴ്സ് വേണ്ട, ഇവിടെ ഒന്നും വേണ്ട പിക്ചേഴ്സ്. സീക്രട്ട് വഴി സുഖം ഇങ്ങനെ പോയാൽ മതി. ആ വിട്ടാ മതി. എൻ്റെ സീക്രട്ട് ബേസ് നോക്കൂ. സീക്രട്ട് ബേസ് അല്ല, എൻ്റെ ലിവിംഗ് റൂമാണ്. എൻ്റെ കിച്ചണാണ്. കിച്ചൺ 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 ഞാൻ കിച്ചൺ ഇപ്പോൾ റെഡിയാക്കുന്നില്ല. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടി വിയിൽ ഒരു ഷോ പ്ലേ ആവാണ്. പിന്നെ ഇവിടെ ഒരു സോഫ വയ്ക്കാം. ഇതാണ് ഒരു സോഫ. വെറുതെ നിനക്ക് എന്താണ് എല്ലാ കാര്യത്തിലും? ഞാൻ ഇവിടെ ചെയിൻ എടുത്തേക്കാണ്. വീഡിയോ നോക്കണ്ടേ? അറിയണ്ട ഗൈസ്, ഇതൊക്കെ എന്താ? ടേബിളാണോ? ആ, ഇതാണോ ടേബിള്? ഞാനുണ്ടാക്കി. വേണ്ട, പറഞ്ഞേക്ക്, ഞാൻ ടേബിൾ ഉണ്ടാക്കി തരാം. എന്ത് പൊട്ട ഞാൻ കാണിച്ചു തരാം. എന്താണ് എനിക്കിഷ്ടമുള്ള എൻ്റെ വീടല്ലേ? ഒരു മിനിറ്റ്. എൻ്റെ വീടല്ല, നിന്റെ വീടല്ലല്ല. ഇതിലേതാ വേണ്ടേ? എന്ത് ഇതിലേതാ വേണ്ടേ? വേണ്ട, എനിക്കൊന്നും. പ്രഷർ പ്ലേറ്റ് വേണം. ഇപ്പൊ ഗായ്സ് എന്നെ ശല്യപ്പെടുത്താണ് ഗായ്സ്. നോക്ക്, ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ എന്താന്ന് വരുന്നതെന്ന് അറിയില്ല. നോക്ക് ഗായ്സ്, പ്രഷർ പ്ലേറ്റ് വേണ്ട, പിങ്ക് കളറാ വേണ്ടത്. പ്രഷർ പ്ലേറ്റാ? ആ, പിന്നെ ശല്യപ്പെടുത്താണ്. എനിക്ക് ദേഷ്യം വരും ഗായ്സ് ഇപ്പൊ. രാത്രിയായിരുന്നു ഓർമ്മ ഇവിടെ പൂക്കുന്നത്. ഞാൻ ഇവിടെ കറക്റ്റായിട്ട് പറ്റുന്നില്ല. നിക്ക്
നമ്മളൊരു ടി വി ഒക്കെ റെഡിയായി. നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. വലിയ സോഫ ഇട്ടിട്ടുള്ള ഞാൻ റിച്ചറിന്റെ എൻ്റെ വെറുതെ പാവം കുട്ടിയില്ല. പിന്നെ ഞാൻ കുറെ നേരം മിണ്ടാതിരുന്നതിന് വീണ്ടും എന്നെ വെറുതെ ദേഷ്യപ്പെട്ടാണ് ഞാൻ നിക്കടാ. ഒരു കാര്യം കൂടെ ചെയ്തിട്ടാണ് കിച്ചൺ കൂടെ പ്ലീസ് അടുത്ത വീഡിയോ വരും. അപ്പൊ ഞാൻ ഈ കിച്ചണും കൂടെ റെഡി ആയിട്ട് അടുത്ത വീഡിയോ ഒരു കാര്യം ചെയ്യാനുള്ളൂ. അപ്പൊ ഇവിടെ നിക്ക്. നിക്ക് ഒരു കാര്യം കൂടെ. ഇതാണ് സ്റ്റവ് ഗൈസ്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ
ഓക്കെ. ഇവിടെ കുറച്ച് സാധനങ്ങൾ വയ്ക്കും. പിന്നെ പിന്നെ ഒരു ചെസ്റ്റാണ് ഗൈസ്. ചെസ്റ്റും കൂടെ ചെസ്റ്റ് അവിടെ പിങ്ക് കളറ്. ഒരു കാര്യം കൂടെ വെച്ചിട്ട് വരാം. ഇപ്പൊ ഗൈസ് ഇത്ര വലിയ കിച്ചണാണ്. എന്നിട്ട് ഇവിടെ ഒന്നുമില്ല. കുറെ ചെസ്റ്റൊക്കെയാണ്. അവിടെ പോയിട്ട് ഇവിടെ പറഞ്ഞിട്ട് വേണം അവിടെ പോയിട്ട് വിളിക്കും. അവരോട് പറയണ്ട ഞങ്ങൾ ഇവിടെ ഉണ്ട്. കൈ കഴിയുമ്പോഴോ ഇവിടെ വില്ലേജേഴ്സൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഇവിടെ സിനിമയൊക്കെ തമിഴിലുണ്ടല്ലേ? എന്താണമ്മ ഒന്ന് പോയി ഓഫ് ചെയ്യേ. ഇതാണ് ഗൈസിന്റെ കിച്ചൺ. അപ്പൊ ഇന്നത്തേക്കുള്ള ഒരു വീഡിയോ ആണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.